പിന്നെ നമ്മളെ വീടാണ് ആ കാണുന്നത് കേട്ടോ. അപ്പോൾ വീടിൻ്റെ ബാക്ക് സൈഡിൽ മേലെ ഭാഗത്ത് റബ്ബർ തോട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇങ്ങോട്ട് വരിക നല്ല കിട്ടില്ല റബ്ബറുകളാണ് നമ്മളീ പ്ലോട്ടിനകത്തുള്ളത്. ഇങ്ങോട്ട് വന്നൊക്കെയാണ് ഇതിങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഏതാ മുതൽ റബ്ബർ അറിയോ. ടാപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഫുള്ള് ഫിനിഷാണ്. ഏകദേശം 1000-ഓളം റബ്ബറുകളാണ് നമ്മളീ ഒരു പ്ലോട്ടിനകത്തുള്ള കേട്ടോ. 105, 414 ഇനത്തിൽ പെട്ടിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള റബ്ബറുകളാണ്. റബ്ബർ മരങ്ങൾ ഏകദേശം 1000-ഓളം റബ്ബർ മരങ്ങൾ ചെറുതും വലുതുമായിട്ടുള്ള അല്ലേ. ചെറുത് വേറെ ഉണ്ട്, അതൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാം. ഇതാ റബ്ബറൊക്കെ നോക്കിയാണ് നിങ്ങൾ ഏതാ മുതൽ അത്യാവശ്യം നല്ല വണ്ണവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. വലിയ മരങ്ങളൊക്കെ കിട്ടുന്ന മരങ്ങൾ തന്നെയാണ് കേട്ടോ. കണ്ടില്ല നിങ്ങൾ, മരങ്ങളൊന്നും അധികം വെട്ടി നശിപ്പിക്കുക കേട്ടിരുത്തി അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം പട്ട കാര്യങ്ങളൊക്കെ ഇനിയുണ്ട് കേട്ടോ. വെട്ടാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലാറ്റ്ഫോറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നടന്നു പോകാനുള്ള സൗകര്യത്തിന് പ്ലാറ്റ്ഫോറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഇത് വെട്ടിയിട്ട് ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് വെട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല പാലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ മരങ്ങളൊക്കെ കണ്ടങ്ങൾക്ക് അറിയണമാണല്ലോ. ഏകദേശം റബ്ബർ എന്താ പറയുക ടാപ്പിങ്ങർക്കൊക്കെ കണ്ട നന്നായിട്ട് അറിയാം. നല്ല മരങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ കണ്ടില്ലെങ്കിൽ ഏതാ മതി നല്ല വണ്ണുള്ള മരങ്ങളാട്ടോ. അതുകൊണ്ടാണ് കാടൊക്കെ കയറി കിടക്കണത്. പിന്നെ പ്ലാറ്റ്ഫോറും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഫുള്ള് ക്ലിയർ ആയി കിടക്കണം. ടാപ്പിംഗ് ആക്കി നടക്കാനും പാലെടുത്തുകൊണ്ട് നടക്കാനാണെങ്കിലും ഒക്കെ സുഖമാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഷീറ്റ് അടിക്കാൻ സൗകര്യത്തിന് മെഷീൻ പെരുണ്ട്, അതുപോലെ പുകടാൻ സൗകര്യത്തിനുള്ള പുകപ്പരയുണ്ട്. ഒക്കെ നമുക്ക് നമ്മൾ ഈ പ്ലോട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കാണിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിന്റെ ഇടയ്ക്ക് കുറച്ച് മരങ്ങൾ 414 ഉണ്ട്. പിന്നെ കുറച്ച് തൈ മരങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാം അല്ലേ. അതെ, അപ്പോൾ ഇവിടുന്ന് കുറച്ച് മരം നമുക്ക് 414 ഉണ്ട് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ടുള്ള വ്യൂ ഒന്ന് നോക്കിയാണെങ്കിൽ നല്ല സൈറ്റ് സ്ഥലമാണ് കേട്ടോ. നല്ല വ്യൂ ഉള്ള സ്ഥലമാണ്. ഈ റിസോർട്ട് ഹോം സ്റ്റേ ഹട്ടുകളൊക്കെ തുടങ്ങാനോ അങ്ങനെ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ഒരൊറ്റ പീസായിട്ട് കിട്ടുകയും ചെയ്യും. വണ്ടികളൊക്കെ നമുക്ക് വീടിൻ്റെ മുറ്റം വരെ എല്ലാ സ്ഥലത്തോട്ടും നമുക്ക് റോഡ് സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. അതെ, ഇതൊക്കെ കണ്ടില്ല നിങ്ങൾ. ടാപ്പിംഗ് ഒക്കെ നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള ടാപ്പിംഗ്. പ്ലോട്ടിനകത്തുള്ള 414 ഇനത്തിൽപ്പെട്ട മരങ്ങൾ കേട്ടോ. എല്ലാം നല്ല മരങ്ങളാണ്. അത്യാവശ്യം നല്ല രീതിയിൽ നോക്കിക്കൊണ്ട് നടക്കുന്ന മരങ്ങൾ തന്നെയാണ് നമുക്ക് എല്ലാം ഉള്ളത്. എവിടെ ഒരു മുഴയോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒന്നും വെട്ടി നശിപ്പിക്കൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ നമുക്ക് കൊക്കോ ഇതാക്കണം. ഇതേപോലത്തെ കൊക്കോകൾ ഏകദേശം 140ഓളം കൊക്കോ ഉണ്ട് കേട്ടോ. ഇതേപോലെ വലിയ മരങ്ങളാണ്. റബ്ബർ ഇങ്ങനെ കിടക്കുകയാണ് മൊത്തത്തിൽ. ഇനിയിപ്പോൾ ഈ ഒരു പ്ലോട്ട് എടുത്തു കഴിഞ്ഞാലേ ടാപ്പിംഗ് ആക്കാനും ഒന്നും ദൂരം എവിടെയും പോകേണ്ട ആവശ്യമില്ല. നമുക്ക് തന്നെ എല്ലാം നോക്കി കൊണ്ടുനടക്കാനുള്ള എന്താ പറയുക, നമ്മളെ പറമ്പിൽ കൂടെ നടന്ന് നോക്കി കൊണ്ടുനടക്കാനുള്ള അത്രയും സൗകര്യം ഉണ്ട് കേട്ടോ. ഇത് കണ്ടില്ല നിങ്ങൾ, ഈ ഒരു ഇത്ര മാത്രമേ ടാപ്പിംഗ് ആക്കിയിട്ടുള്ളൂ. ഈ ഒരു സൈഡൊക്കെ ഇനി ഫുള്ള് കിടക്കുകയാണ്. പിന്നെ അതാകുന്ന റോഡ് ഈ ഒരു ഭാഗത്തും റോഡ് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്തെങ്കിലും പറമ്പിലോട്ട് എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ലോഡ് വളച്ചാക്കോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ എന്തെങ്കിലും ലോഡ് കയറ്റി പോകണം എന്നൊക്കെ ഉണ്ടെങ്കിലോ നമുക്ക് വണ്ടി നമുക്ക് പറമ്പിൻ്റെ ഈ ഭാഗത്തോട്ടൊക്കെ വരാനുള്ള വഴി സൗകര്യം ഉണ്ട്. ഇതും താഴോട്ടുള്ള മരങ്ങളും നമ്മളെ പ്ലോട്ടിലുള്ള തന്നെയാണ്. അതിനകത്ത് കുറച്ച് മരങ്ങൾ ഷോർട്ടർ ആക്കിയിട്ടുണ്ട് അല്ലേ. അതെ. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലം എവിടെയാണ് വരുന്നതെന്ന് പറയണ്ട നമുക്ക്. സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിൽ നമുക്ക് പാലാവയലാണ് സ്ഥലം വരുന്നത്. പാലാവയലിന് ഏകദേശം 2.5 കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ളത്. പിന്നെ നമ്മുടെ സ്ഥലത്തിൻ്റെ പഞ്ചായത്ത് വരുന്ന ഈസ്റ്റ് അളരി പഞ്ചായത്തും വില്ലേജ് പാലാവയലാണ്. വെള്ളരിക്കുണ്ട് താലൂക്കിലും പെട്ടിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അതായത് നമുക്ക് ഓടക്കൊല്ലി വെള്ളക്കല്ല് റോഡിലാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത് കേട്ടോ. മൊത്തം 8 ഏക്കർ സ്ഥലമാണ്. നമുക്ക് കാസർഗോഡ് ടൗണിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 70 കിലോമീറ്റർ ദൂരമുള്ളത്. പിന്നെ ചെറുപുഴ എന്നൊക്കെ ഒരു 9 കിലോമീറ്ററും അതുപോലെ തന്നെ പുളിങ്ങോത്ത് നിന്നൊക്കെ വരികയാണെങ്കിൽ ഒരു 3.5 കിലോമീറ്ററാണുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ ഈ പ്ലോട്ട് കുരുടഞ്ചാൽ മഖാമിൻ്റെ അടുത്താണ് നമ്മൾ ഈ ഒരു പ്ലോട്ടിലെ ചരിത്ര പ്രസിദ്ധമായ കുരുടഞ്ചാൽ മഖാമിൻ്റെ അടുത്താണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത്. അതെ. അപ്പം ഇനി നമുക്ക് താഴെ പോയിട്ട് വെള്ളത്തിൻ്റെ സൗകര്യം കാണിക്കണം. അതുപോലെ തന്നെ നമുക്ക് മെഷീൻ പെരുണ്ട് പോപ്പരുണ്ടൊക്കെ താഴെ ഉള്ളത്. ഞങ്ങോട്ട് പോയിട്ട് പിന്നെ കവുങ്ങും കാണിക്കാണ്ട്. അപ്പം ഞങ്ങോട്ട് പോകല്ലെന്നാലേ പോയി വെക്കാം.